ഓയിസ്റ്ററിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും. വിത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടക്കം വെക്കണം, അപ്പോഴേ വളരുള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പം 3 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഈ വലുപ്പത്തിൽ ഗോൾഡ് കളറിൽ സിൽവർ കളറിൽ ഇത് വളർന്നു വരും. ഇനി പ്രധാനപ്പെട്ടത് അത് സെയിൽസിന് ഇവർ വെക്കുന്നതാണ്. കണ്ടില്ല, വലിയൊരു ഷോറൂം ഉണ്ട്. ഇതിൽ ചെറിയ പേളിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ തിരിച്ചെടുക്കുന്നതാണ് കേട്ടത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് നമുക്ക്. ഇത് എത്ര വർഷങ്ങളിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്, 5 വർഷം പഴക്കമുള്ളത്, 4 വർഷം പഴക്കമുള്ളത്, അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പേളുണ്ട് കേട്ടോ, പേളുക. ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ പേളുണ്ടാവും ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിലൊരു പേള് കണ്ടെങ്കിൽ വലിയ, അതാണ് കേട്ടോ സാധനം. അപ്പോൾ ഓയിസ്റ്റർ, ഇതാണ് ഓയിസ്റ്റർ. ഇതിൻ്റെ കണ്ടില്ലേ, കീറി വെച്ചതാണ് ഇവർ. എന്നിട്ട് ഇതേപോലത്തെ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ട്, നമ്മൾ സാധാരണ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും. എന്തൊക്കെ വിശേഷം, സുഖല്ലേ? ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയ നല്ല നാച്ചുറലായ പേൾ നിർമ്മിക്കുന്ന രീതി എങ്ങനെയാണ്, അത് കൃഷി ചെയ്ത് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് അത് പോളിഷ് ചെയ്ത് സെറ്റ് ചെയ്ത് ആക്കുന്നതെന്നുള്ള കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളെ വിയറ്റ്നാമിലെ വിയറ്റ്നാം പേൾ കണ്ടില്ലെങ്കിൽ, വിയറ്റ് പേൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അതിനെ കൃഷി ചെയ്ത് ഉണ്ടാക്കി എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള വർഷങ്ങളുടെ കാലഘട്ടം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ പേൾ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വരുമ്പോൾ തന്നെ ഇതിട്ടാൽ ടാഗ് തരും കേട്ടോ. യു ഗിവിങ് ദിസ് വൺ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കേട്ടോ കിട്ടുക. ടാഗ് കിട്ടി നമ്മളതിൻ്റെ ലൊക്കേഷനിലൊക്കെ ഇതിനെപ്പറ്റി ഫുള്ള് പഠിക്കാൻ വരിക കേട്ടോ. കേട്ടോളി. Halong Bay. We go to visit later, everyone. Of course, we cannot see everything. What you can go for hiking or... ഇതേപോലെ ഓരോരുത്തർക്കും ഓരോരോ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ. കണ്ടോ, ഓരോരോ ഗൈഡ് ഇവിടെ വന്നിട്ട് ഫുള്ള് ഇതിൻ്റെ ഇൻഫർമേഷൻസാണ്. ഓക്കെ, നമ്മൾ പോകുന്ന ലൊക്കേഷന് എന്തൊക്കെയാണ് ചെയ്യുക, എങ്ങനെയാണെന്നൊക്കെയുള്ള ഡീറ്റെയിൽസാണ് ഈ പറയുന്നത്. അപ്പം ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയും. കുറേ കാര്യങ്ങൾ നമ്മൾ വാഹനത്തിൽ വരുമ്പം തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ, ഇതൊക്കെ നാച്ചുറൽ കേട്ടോ. ഇവിടുത്തെ പേളാണ് കേട്ടോ, ഇവിടുത്തെ ഇതിൻ്റെ സാധനങ്ങളാണ്. ഇതൊക്കെ ഇതിൽ തന്നെ കിട്ടുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. മ്യൂസിയം പോലെ ടൂറിസത്തിൻ്റെ ഏറ്റവും ഹൈ ലെവലിലാണ് കേട്ടോ അവർ ട്രഡീഷണലായിട്ട് ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരുപാട് രസകരമായിട്ട് ഇവർ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് അവതരിപ്പിക്കുമ്പോൾ തന്നെ നമുക്കിത് വലിയൊരു സംഭവമായിട്ട് ഫീൽ ചെയ്യും. ഇവർ അവതരിപ്പിക്കുന്ന രീതി ഭയങ്കര രീതി കേട്ടോ, ഗൈഡുകളും. അപ്പോൾ ഓയിസ്റ്റർ, ഇതാണ് ഓയിസ്റ്റർ. ഇതിൻ്റെ കണ്ടില്ലേ, കീറി വെച്ചതാണ് ഇവർ. ഇതിൻ്റെ ഉള്ളിലാണ്, ഇത് നമുക്ക് കാണിക്കാൻ വേണ്ടി ഫാക്ടറിയിൽ എടുത്തു വെച്ചതാണ് കേട്ടോ. അതിൻ്റെ പുറമോടിയാണ്. ഇതാണ് നമ്മൾ ലോക്കറ്റുകൾക്കും കാര്യങ്ങൾക്കൊക്കെ ഫ്രഷായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നത് ഈ ഓയിസ്റ്ററിൽ, ചെറിയ ഓയിസ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇതിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ട് കണ്ടില്ലേ, ഇതേപോലെ പേസ്റ്റ് സ്റ്റോണാക്കി വെക്കും. എന്നിട്ട് ഇതേപോലത്തെ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ട്, നമ്മൾ സാധാരണ വൈറ്റ് സ്റ്റോൺ എടുത്തിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും. ഓയിസ്റ്ററിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കും. വിത്ത് ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് അടക്കം വെക്കണം, അപ്പോഴേ വളരുള്ളൂ. അങ്ങനെ ആയി കഴിയുമ്പം 3 കൊല്ലം 2 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഈ വലുപ്പത്തിൽ ഗോൾഡ് കളറിൽ സിൽവർ കളറിൽ ഇത് വളർന്നു വരും. അതിൻ്റെ ഗ്രൗണ്ട്, അതായത് അത് വളരുന്ന ഭാഗത്ത് കണ്ടില്ല നിങ്ങൾ, പേളിൻ്റെ ആ കളറ് കണ്ടോ, അതാണ് അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയി വരുന്നത്. ഇതുപോലത്തെ സാധാരണ ഒരു പേള് ആ രീതിയിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒറിജിനൽ പേളിലേക്ക് തിരിച്ചു ആയി വരുന്ന രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഓയിസ്റ്ററിൻ്റെ ഉള്ളിൽ അതാണ്, ഇതാണ് വളർന്നു വന്ന സാധനം കേട്ടോ. ഇത് നമുക്ക് നാച്ചുറലും കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നിങ്ങളെ കണ്ടില്ല, അത് ഫുള്ള് തുറന്നു ഒരു കാണിക്കുന്നില്ല, കാരണം അവർക്ക് തിരിച്ചത് വളർത്താൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇവർ അതിൻ്റെ സ്ഥലങ്ങളാണ്. ഇതേപോലെ അവർ അതിൻ്റെ അകത്ത് താമസിച്ചിട്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നതൊക്കെ. 100 വർഷങ്ങൾക്ക് മുമ്പേ ഇവർ ചെയ്യുന്ന ഇവരെ ഒരു വരുമാന മാർഗ്ഗമാണ് കേട്ടത്. ഇനി പ്രധാനപ്പെട്ടത് അത് സെയിൽസിന് ഇവർ വെക്കുന്നതാണ്. കണ്ടില്ല, വലിയൊരു ഷോറൂം ഉണ്ട് ഇവരെ സെയിൽസിനുള്ള. നേരിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് വന്ന് വാങ്ങാൻ പറ്റുന്ന സ്പെഷ്യൽ പ്രൈസായിട്ട് ഇവർ, അതേ കമ്പനീൻ്റെ ഷോറൂം തന്നെയാണ്. ലോകത്തിൽ ഇത് ഇവിടത്തേക്കാട് ഡബിൾ വിലക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളായിരിക്കും. ഇവിടെ അത്
നാച്ചുറലായിട്ട് ഇവരുടേതായ വിലക്ക് ഈ ഷോറൂമിൽ ഇവർ ഡയറക്റ്റ് സെയിലിംഗ് കൊടുക്കുന്നത് കേട്ടോ. കണ്ടില്ല നിങ്ങൾ, ഇത് ലോക്കറ്റ് പോലത്തെ കണ്ടോ, ഇതൊക്കെ ഒറിജിനൽ ലോക്കറ്റ് ആക്കി വെച്ച് പോളിഷ് ചെയ്ത് റെഡിയാക്കി വെച്ച സാധനങ്ങൾ. പല രീതിയിൽ ഇതിൻ്റെ ഡിസൈനൊക്കെ ഇവർ പല രീതിയിലേക്ക് മാറ്റും, ബട്ട് നാച്ചുറൽ ആയിരിക്കും. ആ കിട്ടുന്ന പേളുകളെയാണ് ഇവർ ഇതേപോലെ ചെയ്യുന്നത്. കണ്ടില്ലെങ്കിൽ വർക്ക്ഷോപ്പിൽ ഇവർ ഇതിനെ കട്ട് ചെയ്ത് പോളിഷ് ചെയ്ത് എടുക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ. കണ്ടില്ല, അതിൽ തന്നെ നമ്മൾ ബ്ലൂ കളേഴ്സിലേക്ക് വരുന്നത്, കോഫി കളേഴ്സിലേക്ക് വരുന്നത്, അങ്ങനത്തതൊക്കെ വരും. ഇവിടെ തന്നെ നമ്മൾ ഈ ഫാക്ടറിയിൽ തന്നെയാണ് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും ഇവർ ഓരോരോ ലോക്കറ്റുകളും കാര്യങ്ങളും സെറ്റ് ചെയ്തത്. After that, we dump that oyster to the ocean to culture. We wait minimum 2 years to get 1 pearl inside. And the success rate after inflating is only 30 or 40% in the rest we check the pearl and only 5%. ഇതിൻ്റെ ഫുൾ നാച്ചുറൽ ഹിസ്റ്ററി തന്നെ കാണുകയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ പിക്ചർ പരമായിട്ട് നാച്ചുറൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഉള്ളിലാണ് ഇവർ എടുക്കുക. ഇതുപോലത്തെ വൈറ്റാണ് നമ്മളെ നോർമൽ സ്ഥലങ്ങളിൽ കിട്ടുക. കടലിൻ്റെ പല ഭാഗങ്ങൾക്കനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത്, കളർ ചേഞ്ചുകൾ. അപ്പോൾ ഈ സാധനം ഇവർ ഈ റെഡ് സാധനം വെച്ചിട്ടാണ് ഇവർ ഇതിനെ ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ നേരിട്ടിട്ട് കാണിക്കാം. നമ്മൾ ഇതിനെ ഇടുമ്പം ഇതിൻ്റെ വെയിറ്റ് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പൊങ്ങിക്കിടക്കുന്ന സംഗതി, അത് നമ്മൾ കടലുകളിൽ പോകുമ്പോൾ ഇവിടെ അടുത്ത് കാണാൻ പറ്റും. അടിയിൽ ഈ നെറ്റ് വളർത്തിയെടുക്കുക ചെയ്യുക. ഓരോ ഏരിയയിൽ ഇടുന്നതിനനുസരിച്ച് ഓരോ ടൈപ്പിലുള്ള ഓയിസ്റ്ററിൽ നമുക്ക് സ്റ്റോൺ ആയിട്ട് കിട്ടും. ഒന്നിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു പേള്. ഈ പേള് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് എന്നുള്ളതും കൂടി കാണാം കേട്ടോ. അപ്പം നമ്മൾ ഓയിസ്റ്ററിലാണ് ഇത് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഓയിസ്റ്ററിൻ്റെ കാഴ്ചകളിലൊക്കെ ഓയിസ്റ്ററിൻ്റെ തോട് നമ്മൾ ലോക്കറ്റുകൾക്ക് മറ്റുള്ള എല്ലാ സംഗതികൾക്കും ഉപയോഗിക്കുന്നതാണ് കേട്ടോ. ഇത് കടലിൻ്റെ അകത്തേക്ക് ഇടുന്നതിനനുസരിച്ച് ഇതുപോലത്തെ വെറൈറ്റി കളറുകൾ കിട്ടും. നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ കൃഷി രീതി കേട്ടോ. ഈ നെറ്റിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ ഇടുന്നതാണ് നമ്മൾ കാണേണ്ട രീതി. ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളാണ് അവർ കാണിക്കുന്നത്. ഇത് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 കൊല്ലം 5 കൊല്ലം 8 കൊല്ലം വരെ സമയമെടുത്തിട്ടാണ് നമ്മൾ കാണുന്ന ഓരോ പേളുകളും വരുന്നത്. അപ്പോൾ ഇതൊക്കെ ഓയിസ്റ്ററിൻ്റെ കാര്യങ്ങൾ. ഇത് അതിൻ്റെ തോടിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളാട്ടോ. നമ്മൾ ഓയിസ്റ്ററിൻ്റെ തോടിൽ ഉണ്ടാക്കുന്ന സാധനം. അപ്പോൾ ഇതൊരിക്കലും ഡാമേജ് ആവുകയോ മറ്റൊന്നും പറ്റില്ല, നാച്ചുറൽ ആയതുകൊണ്ട്. കുറേ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഹിസ്റ്ററികൾ കിട്ടും കേട്ടോ. ഇത് 100 വർഷങ്ങൾക്ക് മുമ്പേ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇവരൊരു സംഗതിയാണ്. ഇപ്പോഴത്തെ പുതിയ ഡെവലപ്മെൻറ്റിലല്ല. അപ്പം ഓരോ ടൈപ്പ് പേളുകളാട്ടോ. ഇത് നമുക്ക് എടുത്താൽ തീരൂല, എടുക്കാൻ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാവും. വലിയ ഷോറൂമാണ്. ഓരോന്നും ഓരോ കളേഴ്സിൻ്റെതാട്ടോ. ഓരോരോ ഡിഫറെൻറ്റ് കളേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസുകളാണ് കാണിക്കുന്നത്. വിയറ്റ് പേൾ എന്ന് പറഞ്ഞിട്ട് വല്ല ബ്രാൻഡ് തന്നെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതേപോലത്തെ ബ്രാൻഡുകളുണ്ട് ഇവർക്ക്. ഒരുപാട് പേര് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഷോറൂമാണ്. ഇനി ഇത് ഉണ്ടാക്കുന്ന ഷോറൂംസാണ് ഇവർ കേട്ടോ. ദൂരെ വരെയുണ്ട്, ഒരുപാട്. അതിൽ ഒറിജിനലിൻ്റെ ഷോറൂംസാണ്. അവിടെ വരെയുണ്ട്, ലോങ് വരെയുണ്ട് കേട്ടോ. കണ്ടോ, അതിൻ്റെ തോട് ഷേപ്പ് ചെയ്താക്കുന്നുണ്ടെങ്കിൽ ലോക്കറ്റൊക്കെ ആക്കില്ലേ നമ്മൾ, നല്ല ഒറിജിനൽ അതാണ്. ഇതിൽ ചെറിയ പേളിനെ അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുക. എന്നിട്ട് 3 വർഷം 4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ തിരിച്ചെടുക്കുന്നതാണ് കേട്ടോ. അത് ഈ പേളിനാണ് ഉള്ളിലിടുക. ഈ കാണുന്നത് നമ്മൾ ഉള്ളിലിടും. എന്നതിൻ്റെ ശേഷം ഓരോ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് വളർന്നിട്ട് ഇതേപോലെ ഗ്ലേസിങ് ആയിട്ട് സെറ്റായിട്ടാണ് വരുന്നത്. ഇവിടെ ഇതാ ഒറിജിനൽ വളർത്തുന്നത് കേട്ടോ. പേള് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനെ പിന്നെ ഷേപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ഇവർ ഷേപ്പ് ചെയ്യുക ചെയ്യുന്നത്. ഇതിന് ഒറിജിനലി കണ്ടില്ല, ചെറുതും വലുതും ഒക്കെ എടുത്തിട്ട് ഷേപ്പ് ചെയ്യുകയാണ് ചെയ്യുക. Oh, this one. This one, right? Okay. Open this up and see the pearl inside. This one is Akuya. The first one, 2 to 3 years old. So in here we focus on the quality. 1 oyster, just 1 pearl. Just one. Just one or nothing. Oh, you see it? Yeah, very shining.
The pearl here is very shining because we focus on the quality. One oyster, just one pearl. Here, it's very shining. Even the shape is not round. And it's mixed color. You can see mixed color. ഇതൊക്കെ അങ്ങനത്തെ കേട്ടോ വളർത്തി കൊണ്ടുവരുന്നത്. ഇവർ നമുക്ക് ഇതൊരു മ്യൂസിയം പോലെ എല്ലാം കാണിച്ചു തരാം കേട്ടോ, പേളിൻ്റെ എങ്ങനെയാണ് ആവുന്നതെന്നുള്ളത്. ഇത് ഇവർ കണ്ടില്ലേ, വളർത്തുന്ന സിസ്റ്റാണ് കണ്ടോ. ഇതേ രീതിയിലാണ് അവർ വളർത്തുന്നത്. ഈ ഏരിയയിലേക്കാട്ടോ നമ്മൾ പോകുന്നത്. ആ കാണുന്ന ഉണ്ടല്ലേ, അതിൻ്റെ ഉള്ളിലാണ് ഇവർ അതിനിട്ട് വളർത്തുന്നത്. ഇവിടെ ആണ് വളരുമ്പോഴാണ് ഇതിന് കിട്ടുന്നതെന്നുള്ള ഈ ഏരിയയിലാണ് ഇതിൻ്റെ വരുന്നത്. ഇത്രയും നല്ല പേൾസുകൾ കണ്ടങ്ങൾ, ഒറിജിനൽ. ഇങ്ങനത്തെ പേൾസൊക്കെ ഇവിടെ ഇഷ്ടംപോലെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതാ അതിൻ്റെ മൊത്തം കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഒറിജിനലാണ് കേട്ടോ, ഒറിജിനൽ പേൾ, വിയറ്റ്നാം പേൾ. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഉണ്ട് നമുക്ക്. ഇത് എത്ര വർഷങ്ങളിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്, 5 വർഷം പഴക്കമുള്ളത്, 4 വർഷം പഴക്കമുള്ളത്, അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതൊക്കെയാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഫാമാണിത്, പേൾ ഫാം. നമ്മൾ വരുമ്പം കണ്ടിട്ടുണ്ടത്. അപ്പോൾ ഇവർ ടൂറിസ്റ്റായിട്ട് മാത്രമല്ല ഇതിനെ ചെയ്യുന്നത്. ഇതേപോലുള്ള നെറ്റുകളിൽ കണ്ടില്ല നിങ്ങൾ, ഇതിനെ വളർത്തുക ചെയ്യുക. അത് കാലങ്ങളോളം വളർത്തി കൊല്ലം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്ത് പേൾ ഉണ്ടാവും. We will qualify them to turn them into the jewelry or turn them into the powder to make a cosmetic. So, how can we qualify them? That's the next thing I want to show you. Right? This way, ladies and gentlemen. And it takes 4 years to have this. This one? Yeah. It's the South Sea. They make the golden pearl or champagne color, golden and champagne, and they take like 6 to 8 years. With the biggest size around 14 millimeter. Okay. Alright, now you can follow me downstairs. What is this? Inside help. ഉള്ളിൽ പേളുണ്ട് കണ്ടില്ലെങ്കിൽ ആ വെളുത്ത ഇതേപോലെ ഇവിടെ എടുത്ത് വെക്കുക ചെയ്യാം. This is from inside this. അതിൻ്റെതാണ് ഈ ടൈപ്പിൽ തന്നെ അതിൻ്റെ ഉള്ളിലുണ്ടാവും പേൾ കേട്ടോ. So the natural pearl they take a long time to Adoption. make. They're not always found like this. Yeah, they're just made by accident. But this one with the seed, it helps. It's have the pearl put them in the same All place. the rest is there. Pardon? This is what you do to all the rest is there. Yes, every pearl found still you need to take it. Yeah. One And by you have a one, look. right? Yeah. ഇതിൻ്റെ ഉള്ളിൽ പേളുണ്ട് കേട്ടോ, പേളുക. ഓസ്റ്ററിൻ്റെ ഉള്ളിൽ പേളുണ്ടാവും, അതാണ് അവർ പറയുന്നത്. So the natural pearl, they അങ്ങനെയാണ് പേൾ എടുക്കുന്നത്, ഒറിജിനൽ പേൾ കേട്ടോ. ഒറിജിനൽ പേൾ എടുക്കുന്നത് ഈ രീതിയിലാണ്. See again, natural pearl again. are made by കണ്ടോ, accident. ഇതിൻ്റെ ഉള്ളിലൊരു പേൾ കണ്ടെങ്കിൽ വലിയ, അതാണ് കേട്ടോ സാധനം. The way the sand is stuck inside. Yeah. അതാണ് ഈ സാധനം. When they open the shell, the sand stuck inside the sand, and it irritates the oyster.